എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ റുക്കയെ കാണിക്കും. അവളാണെങ്കിൽ ഒരുപാട് വിഷമത്തില് അവളുടെ സെല്ലിൽ അങ്ങനെ കിടക്കുകയാണ്. അവൾക്ക് നന്നായിട്ട് അറിയാം ഇനി അവൾ മരിക്കാൻ വെറും 3 ദിവസം. അത് മാത്രമേ അവളുടെ തൊട്ട് മുൻപിലുള്ളൂ. മാത്രമല്ല അവളെ രക്ഷിക്കുക എന്നത് അൺതിങ്കബിൾ ആണ്. ഇച്ചിഗോൺ ടീം അവർ സേഫായി തിരികെ പോകണം എന്നൊരു ചിന്ത മാത്രമേ അവളുടെ മനസ്സിലുള്ളൂ. റുക്കിയാണെങ്കിൽ അവളുടെ ഡെത്ത് പെനാൽറ്റി അതിപ്പോ 100% ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അവള് മാനസികമായിട്ടും ശാരീരികമായിട്ടും അത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് റുക്കിയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ റുക്കിയാണെങ്കിൽ വളരെ റീസെൻ്റ് ആയിട്ട് ആ സോൾ സൊസൈറ്റിയിൽ അവളുടെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യും. ബാക്കിയുണ്ടായിരുന്ന സോൾ റീപ്പേഴ്സ് അവരാണെങ്കിൽ റുക്കിയ അവളൊരു പുതിയ മെമ്പർ ആയതുകൊണ്ട് തന്നെ ആരും അവളെ അവരുടെ അടുത്തേക്ക് അടുപ്പിക്കില്ല. അവളെ ഒറ്റപ്പെടുത്തി അവളെ കുറിച്ച് ഗോസിപ്പ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവളൊരു നോബിൾ ഫാമിലിയിലെ മെമ്പറാണ്. അതുകൊണ്ടാണ് അവൾക്ക് ഹാർഡായിട്ടുള്ള എക്സാമിനേഷൻ ഒന്നും കൊടുക്കാതെ ഡയറക്റ്റ് ആയിട്ട് അവൾക്ക് ഗ്രാജുവേഷൻ കൊടുത്ത് അവളെ പാസ്സാക്കി വിട്ടത്. അവളെ ആണെങ്കിൽ ആരും തന്നെ കൂടെ കൂട്ടാതെ എല്ലാവരും ഒറ്റപ്പെടുത്തി ഒരു ഭാഗത്തേക്ക് തള്ളി മാറ്റും. പുതിയൊരു ടീമിൽ അവൾക്ക് എന്ത് ചെയ്യണം, എങ്ങനെ മുൻപോട്ട് പോകണം എന്നറിയാതെ അങ്ങനെ പകച്ചു നിൽക്കുമ്പോഴായിരിക്കും സാക്ഷാൽ ഷിബാക്കി. അവനാണെങ്കിൽ റുക്കിയുടെ അടുത്തേക്ക് വന്ന് നോർമലായി അവളോട് സംസാരിക്കാൻ തുടങ്ങും. യാതൊരു തരത്തിലുള്ള ഗ്യാപ്പും അവളോട് അവൾ കാണിക്കില്ല. സോ അവൾ പതിയെ അവനുമായിട്ട് നല്ല കമ്പനിയായി അവളുടെ ആ ഒരു അൺകംഫർട്ട് ഫീലും ഗ്യാപ്പ് ഫീലും അതങ്ങനെ മാറി വരികയാണ്. അവനാണെങ്കിൽ അവളോട് പറയും, നിന്നെ ഞാൻ സ്ക്വാഡ് 13 സ്വാഗതം ചെയ്യുകയാണ്. ഞാനും ഈ ടീമിലെ ഒരു മെമ്പറാണ്. നമ്മുടെ ക്യാപ്റ്റന് തീരെ സുഖമില്ല. അതുകൊണ്ടാണ് ക്യാപ്റ്റൻ എവിടേക്ക് വരാതിരുന്നത്. പക്ഷെ കുഴപ്പമില്ല, ഞാനാണ് നമ്മുടെ ടീമിലെ ഏറ്റവും ബെസ്റ്റ് ഗോൾ റീപ്പർ. നിനക്ക് ആവശ്യമായിട്ടുള്ള സഹായം എല്ലാം ഞാൻ നിനക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവളെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അല്ലെങ്കിൽ അവന്റെ സ്വന്തം അനുജത്തെ പോലെ ട്രീറ്റ് ചെയ്യും. പിന്നെ ദിവസങ്ങൾ കടന്നു പോകുന്തോറും അവരുടെ ബോണ്ട് ആണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് വരും. അവന്റെ ഫാമിലിയിലേക്ക് അവളെ കൊണ്ടുവന്ന് അവളുടെ ഉള്ളിലെ വിഷമങ്ങളെല്ലാം മാറ്റി അവളുടെ ഉള്ളിൽ അത് സന്തോഷം കൊണ്ട് നിറയ്ക്കുകയാണ്. പക്ഷെ ഒരുപാട് കാലം റുക്കിയുടെ മനസ്സിലെ സന്തോഷം അത് മുൻപോട്ടേക്ക് പോയില്ല. കാരണം അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വൈഫ് അവള് ഒരു അപകടത്തിൽപ്പെട്ട് മരിക്കുകയാണ്. റുക്കിയ്ക്കാണെങ്കിൽ അത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. മരണപ്പെട്ട ഗായിന്റെ വൈഫാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് ജീവിക്കാനായിട്ട് തുടങ്ങി. അവളാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് സോൾ റീപ്പേഴ്സിനെ നശിപ്പിച്ചു കളഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് എല്ലാവർക്കും ഒരുപാട് ഭയം. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ റുക്കിയുടെ ക്യാപ്റ്റൻ ആളാണെങ്കിൽ ഷോക്ക് ആവുകയാണ്. മരിച്ചുപോയ അവളെങ്ങനെ മറ്റൊരു ഭാഗത്ത് ജീവിച്ചു വരും, അവളെ കൊണ്ടെങ്ങനെ ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നൊക്കെ ചിന്തിച്ച് അവരെല്ലാവരും നല്ല രീതിയിൽ കൺഫ്യൂസ്ഡ് ആവുകയാണ്. അങ്ങനെ പതിയെ അവരെല്ലാവരും ആ ഒരു രഹസ്യം മനസ്സിലാക്കും. ഷിബയുടെ വൈഫിന്റെ ഉള്ളില് ഒരു ഹോലോ അത് കടന്നുകൂടിയിരിക്കുകയാണ്. ആ ഹോലോയുടെ പവർ കൊണ്ടാണ് അവള് എല്ലാ സോൾ റിപ്പേഴ്സിനെയും ഇങ്ങനെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ കായിൻ അവനാണെങ്കിൽ മാസ്റ്ററോട് പറയും, നമ്മുടെ മുൻപിൽ വേറെ വഴിയില്ല. ഒരു ഹോലോ എൻ്റെ വൈഫിനെ ഒരു പപ്പടിനെ പോലെ ഉപയോഗിക്കുകയാണ്. സോ എനിക്ക് എൻ്റെ വൈഫിനെ കൊന്നു കളഞ്ഞേ പറ്റൂ. അതിനുള്ള പെർമിഷൻ നിങ്ങൾ എനിക്ക് തരണം. അതിന് ക്യാപ്റ്റൻ ആണെങ്കിൽ ഈ 2-3 ചിന്തിക്കാതെ ഓക്കെ പറയും. അവർ ടീമായിട്ട് അതിനുശേഷം ഫോറസ്റ്റിലേക്ക് എത്തുകയാണ്. അവർ ആ ഫോറസ്റ്റ് മുഴുവൻ കയറി ഇറങ്ങി പരിശോധിക്കും. അവിടെ എവിടെയും കായന്റെ വൈഫിനെ കാണാനായിട്ട് കഴിയില്ല. അടുത്ത നിമിഷം കായന ടീമിന്റെ മുൻപിലേക്ക് ഒരു മോൺസ്റ്റർ വരികയാണ്. അതിനെ കാണുമ്പോൾ തന്നെ അവന് മനസ്സിലാവും ഈ ഒരു മോൺസ്റ്റർ ആണ് അവന്റെ വൈഫിനെ ഒരു പപ്പടിനെ പോലെ യൂസ് ചെയ്യുന്നതെന്ന്. സോ അവനാണെങ്കിൽ അടുത്ത നിമിഷം തന്നെ അവന്റെ സ്ക്വാഡൊക്കെ എടുത്ത് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. ആ ഹോലോ ആണെങ്കിൽ ഇപ്പൊ അവരോട് പറയും, അതെ ഞാൻ തന്നെയാണ് ഒരു പപ്പടിനെ പോലെ നിന്റെ വൈഫിനെ യൂസ് ചെയ്തിരുന്നത്. ആ സോൾ റിപ്പേഴ്സിനെ എല്ലാം കൊന്നത് ഞാനാണ്. പിന്നീട് എനിക്ക് ബോറടിച്ചു. അതുകൊണ്ട് അവളുടെ ബോഡി ഞാൻ ഡിസ്കാർഡ് ചെയ്ത് അവളുടെ ബോഡി ഞാൻ അങ്ങ് കഴിച്ചു. അത് കേട്ട് ഭ്രാന്തളിയ കായിൻ അവനാണെങ്കിൽ ആ ഹോലോയെ അച്ചറം പൊച്ചറം അറ്റാക്ക് ചെയ്യും. അവനും ആ ഹോലോയും അവര് 2 പേരും ചേർന്ന് ഇപ്പൊ വലിയൊരു ഫൈറ്റ് തന്നെ അവിടെ ആരംഭിക്കുകയാണ്. ഫൈറ്റ് അങ്ങനെ വേറെ ലെവലിലേക്ക് എത്തുമ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്തു അതങ്ങനെ ബ്രേക്കായി പോവും. അതിന് ആ ഹോലോ അവനോട് പറയും, എൻ്റെ ബോഡിയിൽ ടച്ച് ചെയ്താൽ മതി, ആരുടെ ആണെങ്കിലും സമ്പത്തു അത് ബ്രേക്കായി പോവും. മാത്രമല്ല നീ ഒരിക്കലും എൻ്റെ ടെൻറ്റിക്കിൾസിൽ നിന്ന് നിനക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ ഹോലോ ആണെങ്കിൽ അവനെ നല്ല രീതിയിൽ ആക്രമിക്കുകയാണ്. ഫൈറ്റ് അങ്ങനെ വേറെ ലെവലിലേക്ക് പോയി അവന്റെ അവസ്ഥ അത് മോശമാവുന്നത് കണ്ട ക്യാപ്റ്റനും റുക്കയും അവർക്കാണെങ്കിൽ ടെൻഷൻ ആവുകയാണ്. ആ ഫൈറ്റ് അത് അല്പനേരം കൂടെ അങ്ങനെ നോക്കി നിൽക്കും. അതിന്റെ അവസ്ഥ കണ്ട് റുക്കിയ അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മുൻപോട്ടേക്ക് പോവും. അത് കണ്ട മാസ്റ്റർ ആണെങ്കിൽ അവളെ തടയും. ഒരു കാരണവശാലും നീ ഇപ്പൊ ആ ഫൈറ്റിൽ പങ്കെടുക്കാനായിട്ട് പാടില്ല. ഇത് കാഹിന്റെ റിവഞ്ചാണ്. തീർച്ചയായിട്ടും
അവൻ തന്നെ വേണം ഈ ഫൈറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. എൻ്റെ വൈഫിനെ ഈ ഒരു ഹോലോ ഒരുപാട് ടോർച്ചർ ചെയ്തു. മാത്രമല്ല ആ ബോഡി ഈ ഹോലോ ഭക്ഷിച്ചു. സോ ഈ റിവഞ്ച് തീർക്കേണ്ടത് കായിൻ തന്നെയാണ്. നീ അതിൽ ഇടപെട്ട അത് കായിൻ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല എന്ന് പറയും. പക്ഷെ റുക്കിയയ്ക്കാണെങ്കിൽ അപ്പോഴും അവളുടെ മനസ്സ് അവളെ നോക്കി നിൽക്കാനായിട്ട് അനുവദിക്കില്ല. പക്ഷെ മാസ്റ്റർ പറഞ്ഞത് അത് അവൾക്ക് ലംഘിക്കാനും പറ്റില്ല. അതേസമയം ഇവിടെ കായിന്റെ ബോഡിയിൽ ഒരുപാട് പരിക്കുകൾ പറ്റിക്കഴിഞ്ഞു. അവനാണെങ്കിൽ എന്നിട്ടും അവന്റെ ദേഷ്യവും വെറുപ്പും പകയും ലേശം കുറയാതെ അതുമായിട്ട് വീണ്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കായിനാണെങ്കിൽ ഓൾറെഡി അവന്റെ സമ്പത്തു അത് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവന് കൂടുതൽ നന്നായിട്ട് അതിനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. ആ മോൺസ്റ്റർ അത് അവനെ നോക്കി ചിരിച്ച് അവനോട് പറയും, നിന്റെ വൈഫും ഇതുപോലെ തന്നെയായിരുന്നു, എൻ്റെ മുൻപിൽ ഹെൽപ്ലെസ് ആയിട്ട് നിന്നു. ആ സമയമാണ് ഞാൻ അവളുടെ ബോഡി അത് സ്വന്തമാക്കിയത്. അതുപോലെ തന്നെ നിന്റെ ബോഡിയും ഞാൻ സ്വന്തമാക്കാൻ പോവാണെന്ന് പറഞ്ഞ് ആ ഹോലോ മോൺസ്റ്റർ അത് അടുത്ത സെക്കൻഡ് അങ്ങനെ ട്രാൻസ്ഫോം ആയി അവന്റെ ബോഡിയിലേക്ക് കയറാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം അവനൊരു ഹോലോ ആയി തീരുകയാണ്. അവനാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് റുക്കിയുടെ അടുത്തേക്ക് വരും. അത് കണ്ട മാസ്റ്റർ ആണെങ്കിൽ അവനെ തടഞ്ഞ് അടിച്ച് ദൂരേക്ക് തെറിപ്പിക്കും. അതിനുശേഷം റുക്കിയോട് വിളിച്ചു പറയും, റുക്കിയ എത്രയും വേഗം ഇവിടുന്ന് ദൂരേക്ക് പോ, നീ ഇവിടെ നിന്നാ അത് വലിയ അപകടമാണ്. മാസ്റ്റർ പറഞ്ഞതനുസരിച്ച് അവളാണെങ്കിൽ ഇപ്പൊ അവിടുന്ന് കുറച്ച് ദൂരേക്ക് പോവും. ഇവിടെ മാസ്റ്ററും ആ ഹോലോയും അവർ രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടം. ആ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ ക്യാപ്റ്റനോട് പറയും, കായിന്റെ ബോഡി നിനക്ക് ഒരു കാരണവശാലും പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അവരെ ഞാൻ കുറേശ്ശെയായിട്ട് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം അവന്റെ ജീവൻ അത് നഷ്ടപ്പെട്ട് അവന്റെ ബോഡിയും ഞാൻ കഴിക്കുമെന്ന് പറയും. അത് കേട്ട് നമ്മുടെ ക്യാപ്റ്റൻ ആളാണെങ്കിൽ ഡബിൾ ഷോക്കായിട്ട് കുറെ കൂടെ സീരിയസ് ആവുകയാണ്. എത്രയും വേഗം ആ ഹോലോയെ പുറത്താക്കിയിട്ടില്ല എങ്കിൽ കായിന്റെ വൈഫ് അവൾ നഷ്ടപ്പെട്ടതുപോലെ കായിനും പതിയെ പതിയെ ഇല്ലാതാവും. ക്യാപ്റ്റൻ ആണെങ്കിൽ പ്രതീക്ഷ കൈവിടാതെ വീണ്ടും അതുമായിട്ട് ഫൈറ്റ് ചെയ്യും. പക്ഷെ ഒരു പരിധി എത്തുമ്പോൾ ക്യാപ്റ്റന് മനസ്സിലാവും തന്റെ സബോർഡിനേറ്റിനെ ഇനി ജീവനോട് കൂടെ തിരികെ പിടിക്കാനാവില്ല എന്ന്. സോ ആ ഹോലോയെ തകർത്തിട്ടില്ല എങ്കിൽ ഇനിയും ഒരുപാട് സോൾ റിപ്പേഴ്സ് കൊല്ലപ്പെടുന്നു മനസ്സിലാക്കിയ മാസ്റ്റർ സ്ക്വാഡ് എടുത്ത് അവനെ വെട്ടാനായിട്ട് ഒരുങ്ങും. പക്ഷെ അടുത്ത നിമിഷം ക്യാപ്റ്റൻ ആണെങ്കിൽ ഒരുപാട് വേദന എടുക്കാനായിട്ട് തുടങ്ങുകയാണ്. ഓൾറെഡി ക്യാപ്റ്റന് വലിയൊരു അസുഖമുണ്ട്. ഫൈറ്റിന്റെ ഇടയിൽ ആ ഒരു അസുഖം അത് നന്നായിട്ട് ട്രിഗറായി ആളങ്ങനെ ബ്ലഡ് ഛർദിച്ച് പതിയെ താഴേക്ക് ഇരിക്കും. ആ ഗ്യാപ്പില് ആ ഹോലോ മോൺസ്റ്റർ അതാണെങ്കിൽ അവിടുന്ന് ദൂരേക്ക് ഓടി പോവാണ്. അതിനിപ്പോ ദൂരത്തായിട്ടുള്ള റുക്കിയയുടെ സോൾ സ്പിരിറ്റിനെ സെൻസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അത് സെൻസ് ചെയ്ത് ഇപ്പൊ റുക്കിയയുടെ അടുത്തേക്ക് പോവാണ്. അപ്പൊ ദൂരത്തായിട്ട് റുക്കിയ അവളാണെങ്കിൽ ഈ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ അവളെ കൊണ്ട് രക്ഷിക്കാനായില്ല. അവളുടെ മാസ്റ്ററിനെയും അവളെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ആ മോൺസ്റ്റർ അത് തനിക്ക് നേരെയാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അവൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ അവൾ അങ്ങനെ പകച്ചു പോയി നിൽക്കും. മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ കാന്റെ ബോഡി അതാണെങ്കിൽ റൂക്കിയുടെ ദേഹത്തേക്ക് വലിച്ചെറിയും. കായിൻ അവനാണെങ്കിൽ അവളുടെ സ്ക്വാഡിൽ അങ്ങനെ കുത്തിക്കയറി മരിച്ചു കിടക്കുകയാണ്. കായിനാണെങ്കിൽ അവസാനമായിട്ട് അവളോട് താങ്ക്സ് പറയും. താൻ അറിഞ്ഞുകൊണ്ട് ചെയ്യാത്ത ഒരു തെറ്റിന്റെ പേരിൽ ഇന്നുവരെ റുക്കിയ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഒരുപാട് സങ്കടത്തിലും വിഷമത്തിലുമാണ് ജീവിക്കുന്നത്. കട്ട് ചെയ്ത ക്യാപ്റ്റൻ ഹുക്കിത്താക്കി ആളാണെങ്കിൽ കുച്ചിക്കിന്റെ അടുത്തേക്ക് വന്ന് പറയും, നിന്റെ സിസ്റ്ററിനെ നീ അറിഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് വിട്ടുകൊടുക്കുകയാണോ? അതിന് കുച്ചിക്ക് പറയും, അവൾ ചെയ്തത് വലിയ തെറ്റാണ്, അവൾ അത് അനുഭവിച്ചേ പറ്റൂ. അത് കേട്ട് ടെൻഷനായ ഹുക്കിത്താക്കി കുച്ചിക്കയെ പിടിച്ചു വലിക്കും. നീ ഇങ്ങനെയൊരു ബ്രദറാണോ നിന്റെ ലിറ്റിൽ സിസ്റ്ററിനെ മരണത്തിലേക്ക് തള്ളിവിടാൻ? നിനക്ക് എങ്ങനെ കഴിയുന്നു എന്ന് ചോദിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.